രാജീവ് ചന്ദ്രശേഖർ നാം കേട്ട് പഴകിയ രാഷ്ട്രീയ മാമൂലുകൾക്കും ഫോർമുലകൾക്കും അപ്പുറം ടീം വികസിത കേരളം എന്നൊരു കൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം 30ഓളം BJPയുടെ ജില്ല എന്ന് പറയുന്ന സാധാരണ റവന്യൂ ജില്ലകളല്ല, റവന്യൂ ജില്ലകൾ 14ആണ്. BJP സംഘടനാ ജില്ലകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് 30 എണ്ണമാണ്. അപ്പോൾ ആ 30 സംഘടനാ ജില്ലകളിലും ഏകദിന സെമിനാറുകൾ നടത്തുന്നു, കൺവെൻഷനുകൾ നടത്തുന്നു. അപ്പോൾ ആ തരത്തിൽ പവർ പോയിന്റ് പ്രസന്റേഷൻസ് നടത്തുമെന്ന് പറയുന്നു. ഓരോ പ്രദേശത്തിൻ്റെയും ഓരോ ജില്ലയുടെയും തനതായിട്ടുള്ള വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറയുന്നു. അദ്ദേഹം എപ്പോഴും വികസനത്തെക്കുറിച്ച് പറയുന്നു. ഏതൊരു ഇൻ്റർവ്യൂവിൽ പോയാലും യുവാക്കളെക്കുറിച്ചും പുതിയ സാങ്കേതികവിദ്യയെക്കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും ലോകത്തുള്ള എല്ലാ സ്ഥലത്തുള്ള മലയാളികളൊക്കെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നതിനെക്കുറിച്ചും ഇനി ആരും ഇവിടെ നിന്ന് പോകാത്തതിനെക്കുറിച്ചും ഒക്കെ ഒരുപാട് വലിയ വലിയ വികസന കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഇതിന് എത്രയാണ് ആയുസ്? ഇവിടെ ഒരു കാലഘട്ടം മുതൽ വരെ നമ്മൾ ഒന്നും വരാൻ സമ്മതിച്ചില്ല. കമ്പ്യൂട്ടർ വരാൻ നമ്മൾ സമ്മതിച്ചില്ല. അതിന് അതിൻ്റെതായ ന്യായാന്യായങ്ങളുണ്ട്, ന്യായീകരണങ്ങളുണ്ട്, വിശദീകരണങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വരാൻ നമ്മൾ അനുവദിച്ചില്ല. കൊയ്ത്ത് യന്ത്രം, മെയ്ത്ത് യന്ത്രം തുടങ്ങിയ യന്ത്രവൽക്കരണം നമ്മൾ സമ്മതിച്ചില്ല. കയർ, കൈത്തറി, കശുവണ്ടി മേഖലകളൊക്കെ ഇപ്പോഴും നല്ലൊരു ഭാഗവും മാനുവലായി തന്നെ കൈകാര്യം ചെയ്യുകയാണ്. ലോകമൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി. റബ്ബറിൻ്റെ നാട്ടിൽ റബ്ബർ വ്യവസായങ്ങൾ ഉണ്ടായില്ല. ഇവിടെ ഉണ്ടായി വന്ന വ്യവസായങ്ങളെല്ലാം നഷ്ടപ്പെട്ടിലേക്ക് പോയി. ലോകത്ത് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോപ്പ് ഉപയോഗിക്കുന്ന മലയാളികളാണ്. പക്ഷേ സോപ്പ് ഉൽപ്പാദനത്തിൽ നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല. അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അത് നടപ്പിലാക്കാനുള്ള ഒരു പ്രായോഗികമായ പശ്ചാത്തലം ഇവിടെ ഉണ്ടോ, ഉണ്ടായി വരുമോ എന്നുള്ളത് ഗൗരവമായ വിഷയമാണ്. ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ്? വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്താണ്? അത് രാജീവ് ചന്ദ്രശേഖർ പറയുമോ? രാജീവ് ചന്ദ്രശേഖർ പറയുന്ന വികസനത്തിൽ ദളിതന്മാരുണ്ടോ, ആദിവാസികളുണ്ടോ, പട്ടികജാതി പട്ടികവർഗക്കാരുണ്ടോ, ഇടത്തരക്കാരുണ്ടോ, മധ്യവർഗമുണ്ടോ, മത്സ്യത്തൊഴിലാളികളുണ്ടോ, അശരണരായിട്ടുള്ളവരുണ്ടോ, സ്ത്രീകളുണ്ടോ, ചെറുപ്പക്കാരുണ്ടോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്താണ് പരിപാടി? എന്താണ് വിഷൻ? അടുത്ത ഇലക്ഷൻ പിടിക്കണം, അതിൽ പൊളിറ്റിക്സ് ആണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകൾ പിടിക്കണം, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അസംബ്ലി പിടിക്കണം. അത് രാഷ്ട്രീയമാണ്, അത് നടന്നോട്ടെ, അത് വേറൊരു തരത്തിൽ ചർച്ച ചെയ്യാം. പക്ഷെ ടീം വികസിത കേരളം എന്ന് പറയുമ്പോൾ വികസിത കേരളത്തിൽ എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്? താങ്കളുടെ ടെക്നോക്രാറ്റ് എന്നുള്ള നിലയിൽ, ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് ഈ ചോദ്യം. പിന്നെ അല്ലാതെ BJP പറയുന്ന വർഗീയ രാഷ്ട്രീയം, പിന്നെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. BJPയെക്കുറിച്ച് ആരോപിക്കുന്ന ഒരുപാട് പ്രീണന രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെല്ലാം താങ്കൾ അവധി കൊടുക്കുകയാണ്. താങ്കൾ വികസിത കേരളത്തിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. വികസിത കേരളത്തെക്കുറിച്ച് എപ്പോഴും പറയുകയാണ്. ഊണിലും ഉറക്കത്തിലും സ്വപ്നത്തിലുമൊക്കെ പുതിയ കേരളത്തെക്കുറിച്ച് പറയുന്നു, കേരള ജനതയെക്കുറിച്ച് പറയുന്നു. അതൊരു നല്ല സിമ്പലാണ്. പക്ഷെ അത് നമുക്ക് നടത്തിയെടുക്കാൻ കഴിയുമോ? അതിനൊരു സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ ഉണ്ടോ? അതുപോലെ തന്നെ നാളിതുവരെ പരമ്പരാഗതമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന, അതിൽ കുറച്ച് ഗ്രൂപ്പും കുറച്ച് തമ്മിൽ തല്ലും തൻപോരുമയൊക്കെ കാണിക്കുന്ന, അതിന് ഒട്ടും കുറവില്ലാത്ത BJP പോലുള്ളൊരു പാർട്ടിയിൽ എങ്ങനെ ഇത് നടത്തിയെടുക്കും? അല്ലെങ്കിൽ ആ പാർട്ടിയെ കൊണ്ട് എങ്ങനെ ഇത് ചെയ്യും? ഇതൊക്കെ വലിയ വെല്ലുവിളിയാണ്. കേരളത്തിലെ രാഷ്ട്രീയ പർദീസ നോക്കുമ്പോൾ, പശ്ചാത്തലം നോക്കുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം നിർണായകമാണ്. BJPക്ക് ക്രിസ്ത്യാനികളുടെ കുറച്ച് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും കേരളത്തിലെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് കൂടെ കിട്ടിയാലും ഹിന്ദു വിഭാഗത്തിൻ്റെ വോട്ടുകൾ 3ആയി ഭിന്നിച്ചു പോകുമ്പോൾ അത് UDFനും LDFനും പിന്നെ പോയതിന് ശേഷമുള്ളതാണ് BJPക്ക് കിട്ടാൻ കഴിയുക. അതുപോലെ തന്നെ NSSും നായർ സർവീസ് സൊസൈറ്റിയും SNDPയും വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും അങ്ങനെയുള്ള ടീമുകളൊക്കെ പലതരത്തിലുള്ള നിലപാടുകളാണ് എടുക്കുന്നത്. കൃത്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള നിലപാടല്ല ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിലുമുണ്ട് 10-12 പാർട്ടികൾ, വലതുപക്ഷത്തിലുമുണ്ട്, UDFലുമുണ്ട് കുറേ അധികം പാർട്ടികൾ, NDAയിലുമുണ്ട് എണ്ണത്തിൽ കുറച്ച് പാർട്ടികൾ. അപ്പോൾ ഇത്രയും പാർട്ടികളുള്ള, എല്ലാവരും പങ്കിട്ടെടുക്കുന്ന 3 കോടിയിൽ പരം വരുന്ന ആളുകളെ പങ്കിട്ടെടുക്കുമല്ലോ. ഈ പങ്കിട്ടെടുക്കുന്ന രാഷ്ട്രീയത്തിൽ BJPയുടെ വികസിത കേരളം എത്ര കണ്ട് മുന്നോട്ട് പോകും? എന്താണ് താങ്കളുടെ വിഷൻ?
ഓരോ വിഷയത്തെക്കുറിച്ച് എത്ര കാലത്തേക്കുള്ള വിഷനാണ് ഉണ്ടാക്കുന്നത്, അതെന്താണ് ഓരോ വിഷയത്തെ സംബന്ധിച്ച്, അതിൻ്റെ മിഷൻ എന്താണ്, അതിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ഇതുകൂടി ചർച്ച ചെയ്യണം. ഒരുപക്ഷെ കേരള സമൂഹത്തിൽ താങ്കൾ വന്ന് ഒരു പാർട്ടിയുടെ നേതാവായി വന്നതുകൊണ്ട് അങ്ങനെ ചില ഗുണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതും നല്ലതായി നമുക്ക് കാണാം. തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരൻ്റെ ദൗത്യം ചെറുതല്ല. രാഷ്ട്രീയത്തിൽ അടിയൊഴുക്കുകളുടെയും കളികളുടെയും ഒരു മേഖലയാണ്. അവിടെ ഒരു ടെക്നോക്രാറ്റ് വന്ന് പ്രവർത്തിക്കുമ്പോൾ, കൃത്യമായി രാഷ്ട്രീയം മാറ്റിവെച്ച് വികസനം വല്ലാതെ സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഭാവി എത്രയുണ്ടെന്ന് തിരിച്ചറിയണം. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ്റെ ദൗത്യം എങ്ങനെ വരുമെന്ന് കേരള സമൂഹം ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും അത് BJPക്ക് അപ്പുറം, രാജീവ് ചന്ദ്രശേഖരനപ്പുറം ഒരു വികസിത കേരളത്തെക്കുറിച്ചുള്ള ചർച്ച ആര് തുടങ്ങി വെച്ചാലും അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ നാട് സജ്ജമാകേണ്ടതുണ്ട്.